ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ അതിശക്തമായ പോരാടി വിജയം നേടിയ മഹാനായിരുന്നില്ലേ മഹാനായ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ മൈസൂർ ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടും ഈ ഇന്ത്യ രാജ്യത്തെ പിടിച്ചടക്കാൻ കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് പട്ടാളത്തോട് അതിശക്തമായ പോരാട്ടം നടത്തിയ മഹാനുഭാവൻ. ഇന്ന് അദ്ദേഹത്തെ വർഗീയവാദിയായി പല ആളുകളും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ എന്നറിയുമോ? ടിപ്പു സുൽത്താൻ്റെ ഉമ്മ മരിച്ച സമയം, ടിപ്പു സുൽത്താൻ്റെ ഉമ്മ മരണപ്പെട്ട സമയം അതാ പല ആളുകളും കാണാൻ വേണ്ടി വന്നു. ടിപ്പു സുൽത്താൻ്റെ വീട്ടിൽ കാര്യപ്പെട്ട ആളുകളൊക്കെ, പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ മഹാനായ ടിപ്പു സുൽത്താൻ്റെ ഉമ്മായുടെ മയ്യത്ത് കബറടക്കാൻ വേണ്ടി കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്ന സമയം അവിടുന്ന് ടിപ്പു സുൽത്താൻ സദസ്സിൽ ഒരുമിച്ച് കൂടിയ, അവിടെ തടിച്ചുകൂടിയ പണ്ഡിതന്മാരോടൊരു ചോദ്യമായിരുന്നു. എന്താണ് ചോദിച്ചതെന്നറിയുമോ? എൻ്റെ ഉമ്മായുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആരെങ്കിലും, അതിനർഹതപ്പെട്ട ആരെങ്കിലും ഇവിടെയുണ്ടോ? പക്ഷേ ടിപ്പു സുൽത്താൻ ഒരു നിബന്ധന വെക്കുകയാണ്. ഒരൊറ്റ സുബഹിയും കളാക്കാത്ത ആളായിരിക്കണം. അങ്ങനത്തെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ആ ജനനിബിഡം നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിലേക്ക് നോക്കിക്കൊണ്ട്, ഒരുപാട് പണ്ഡിത മഹത്തുക്കളുള്ള വേദിയിലേക്ക് നോക്കിക്കൊണ്ട് ടിപ്പു സുൽത്താൻ ചോദിച്ചപ്പോൾ ഒരൊറ്റൊരാളും എഴുന്നേറ്റു നിൽക്കുന്നില്ല. ഉടനെ തന്നെ മഹാനായ ടിപ്പു സുൽത്താൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ ഇന്നേ വരെ ഒരൊറ്റ സുബഹിയും ഞാൻ കളാക്കിയിട്ടില്ല. അങ്ങനെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാൻ യോഗ്യത സ്വന്തം മകനിക്ക് തന്നെയാണ്, ടിപ്പു സുൽത്താൻ തന്നെയാണ്. അങ്ങനത്തെ മഹാനുഭാവനായിരുന്നില്ലേ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണെന്ന് ചില ആളുകൾ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ മൊത്തം വർഗീയവാദികളായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നടത്തിക്കൊണ്ടിരിക്കുന്നതും ശത്രുക്കൾ. അപ്പോൾ പിന്നെ ടിപ്പു സുൽത്താൻ എന്ത്? ആ ടിപ്പു സുൽത്താൻ വലിയ മഹാനാണ്. വെറും കേവലം ഒരു ബ്രിട്ടീഷുകാരോട് പടവെട്ടി വിജയം വരിച്ച ഒരു വ്യക്തി മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആരിഫും കൂടിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ.